എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അച്യുതൻ അംബികയോട് പറയുവാണ് എല്ലാ സാധനങ്ങളും പെറുക്കി അടുക്കി വെക്കുവാൻ ഉടൻ തന്നെ വണ്ടി വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അച്യുതൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. ഇതിൽ പോകുന്നതെന്ന് വെച്ചാൽ അൾസറിനുള്ള ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട് മാറി പോകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് മുൻകൂറായിട്ട് വാങ്ങണം. അതിലേക്ക് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുന്നത്. അതേസമയം തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് അച്യുതൻ എത്തിക്കഴിയുമ്പോൾ ഡോക്ടർ ചോദിക്കുവാണ്, അച്യുതൻ ഒറ്റയ്ക്കാണോ വന്നത്, ഭൂമിജയില്ലേ? ഈ സമയം അച്യുതൻ പറയുവാണ്, അവള് വന്നില്ല, അവൾക്ക് കുറച്ച് തിരക്കാണ്, പോരാഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഡോക്ടർ ചോദിക്കുവാണ്, നാട്ടിലേക്കോ, അതെന്താ? ഈ സമയം അച്യുതൻ പറയുവാണ്, നമ്മൾ നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് സമാധാനമായിട്ട് കഴിയണം, അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഈ സമയം ഡോക്ടർ ചോദിക്കുവാണ്, നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്യുതൻ പറയുവാണ്, അത് കുറച്ച് കിഴക്കാ, വലിയ ഹോസ്പിറ്റലൊന്നും ഇല്ല ഡോക്ടറെ. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണമെങ്കിലോ മരുന്ന് വാങ്ങിക്കണമെങ്കിലോ മെഡിക്കൽ സ്റ്റോർ പോലും ഏകദേശം 5 കിലോമീറ്ററിന് അകലേ ഉള്ളൂ. ഇത്രയും ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലത്തേക്കാണോ നിങ്ങൾ പോകുന്നത്? അത് അച്യുതന് ബുദ്ധിമുട്ടാകത്തില്ലേ? അതേസമയം അച്യുതൻ പറയുവാണ്, അതെന്റെ നാടല്ലേ ഡോക്ടറെ, അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന്. ഈ സമയം അച്യുതൻ വീണ്ടും പറയുവാണ്, ഡോക്ടറെ എനിക്ക് സ്ഥിരമായിട്ട് തരാറില്ലേ മരുന്ന്, ഇത് കുറച്ച് ദിവസത്തേക്കും കൂടി തരാവോ എന്ന് അച്യുതൻ ചോദിക്കുവാണ്. ഇതാകുമ്പോ എനിക്ക് ഓടി ഓടി വരണ്ടല്ലോ ഡോക്ടറെ. ഈ സമയം ഡോക്ടർ പറയുവാണ്, എന്താ അച്യുത ഈ പറയുന്നത്? അച്യുതൻ വിചാരിക്കുന്നത് പോലെ വെറും ഒരു അൾസർ അല്ല അച്യുതന്. ഈ സമയം അച്യുതൻ ചോദിക്കുവാണ്, പിന്നെ? അച്യുതനോട് ഞാൻ പറയാൻ കാര്യങ്ങൾ, താങ്കൾക്ക് ബ്രെയിൻ ട്യൂമർ ആണ്, ക്യാൻസറാ, അതാണ് നിങ്ങൾക്ക് അസുഖം. ഇത് കേൾക്കുമ്പോൾ തന്നെ അച്യുതൻ തകർന്നു പോകുവാണ്. ഇത്രയും വലിയൊരു രോഗത്തിന് അടിമയായിരുന്നോ ഞാൻ? എന്നേക്കാൾ കൂടുതൽ അച്യുതനെ വേദനിപ്പിച്ചത് വേറൊരു കാര്യമാണ്. ഡോക്ടർ പറയുവാണ്, തന്റെ അസുഖത്തെപ്പറ്റി തന്റെ മകൾക്കറിയാം, പക്ഷെ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭൂമിയെപ്പോലെ ഒരു മകൾ കിട്ടാൻ താങ്കൾ തപസ്സിരിക്കണം. കാരണം ആ കുട്ടി പുറമേ ചിരിക്കുന്നുവെങ്കിൽ പോലും ഉള്ളിൽ പൊട്ടിക്കരയുവാണ് തനിക്ക് വേണ്ടി. തന്റെ ഓപ്പറേഷന് വേണ്ടിനായി അവൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇങ്ങനെ ആരാ ചെയ്യാ? എന്തായാലും ഭൂമി ഒരു നല്ല മോള. മാത്രമല്ല എത്രയും വേഗം തന്നെ നിങ്ങൾ ചികിത്സ തേടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ആപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. അച്യുതനാണെങ്കിലോ പിന്നെ അവിടെ ഇരിക്കാനേ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്, ഡോക്ടറിനോടൊന്നും പറയാതെ. അച്യുതൻ റോഡിലൂടെ നടന്നു പോകുമ്പോ ഭൂമിയെക്കുറിച്ച് ഓർക്കുവാണ്. ഭൂമി ഒരു ദിവസം വല്ലാണ്ടിരിക്കുന്നതും, എന്താ മോളെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞതും, മോൾ എന്താ കുറച്ച് ദിവസമായിട്ട് കൂടുതലാണല്ലോ സ്നേഹം. മാത്രമല്ല ഭൂമി എല്ലാ സ്ഥലങ്ങളിലും അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുന്നതും അച്ഛനെ കൊണ്ടുപോയി നടക്കുന്നതും അച്ഛനെ കറങ്ങാൻ കൊണ്ടുപോയി നടക്കുന്നതും എല്ലാം അച്യുതൻ ആലോചിക്കുവാണ്. അച്യുതനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അതിനേക്കാൾ അപ്പുറം ഭൂമിജ സന്തോഷിപ്പിക്കുമായിരുന്നു. റോഡിലൂടെ പോകും തോറും അച്യുതൻ പൊട്ടി പൊട്ടി കരയുവാണ്. സമയം തന്നെ ഭൂമിജയാണ് കാണിക്കുന്നത്. ഭൂമിജ കോഫി ഷോപ്പിലാണ് നിൽക്കുന്നത്. അതേസമയം ഒരു കോള് വരുന്നുണ്ട്. സിസ്റ്ററാണ് വിളിച്ചിരിക്കുന്നത്. സ്പോൺസർ ചാരിറ്റി ഉണ്ടല്ലോ, അവരവിടെ നിന്ന് വിളിക്കുവാണ്. വേതനം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഭൂമിജ, അവിടെ നിന്നും സിസ്റ്റർ വിളിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഭൂമിജയോട് സിസ്റ്റർ പറയുവാണ്, നാളെ തന്നെ ഇങ്ങോട്ടേക്ക് പോരണം, ഇവിടെ നിങ്ങൾ കൊടുത്ത നിവേദനം പാസ്സാക്കിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ പണം ലഭിക്കും, അച്ഛന്റെ സർജറി പെട്ടെന്ന് തന്നെ നടത്താം. കേൾക്കുമ്പോൾ ഭൂമിജയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സമയം തന്നെ രശ്മിയോട് യാത്ര പറയുവാണ് ഭൂമിജ. പറയുവാണ്, നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? ചേച്ചി അതൊന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് തന്നെ നിന്നോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വഴിയോ വീഡിയോ കോൾ വഴിയോ ഞാൻ പറഞ്ഞു തരാം, ചേച്ചി വിഷമിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കോളാം, എന്തായാലും ഞാൻ വിളിക്കാം ചേച്ചി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഭൂമിജ. ഭൂമിജയ്ക്കാണെങ്കിൽ ഒരു വശത്ത് സന്തോഷവും ഒരു വശത്ത് സങ്കടവുമാണുള്ളത്. വീട്ടിലാണെങ്കിൽ വണ്ടി വന്നു എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി. ഡ്രൈവറിന് പൈസ വരെ അംബിക കൊടുത്തു കഴിഞ്ഞു. അതേസമയം തന്നെ ഡ്രൈവർ ചോദിക്കുവാണ്, എന്താ ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് നിങ്ങൾ മാറാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ അംബിക പറയുവാണ്, നമ്മുടെ നാട് അങ്ങല്ലേ, അവിടെയാണെങ്കിലോ വസ്തുക്കളും പറമ്പുകളും എല്ലാം ഇതൊക്കെ ഇങ്ങനെ അനാഥയായിട്ട് ഇട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് അംബിക പറയുവാണ്. അതൊക്കെ നമ്മൾ നോക്കി നടത്താം, അതിലേക്ക് വേണ്ടിയാ അങ്ങോട്ടേക്ക് പോകുന്നേ എന്ന് അംബിക പറയുവാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരവില്ലെന്നാണോ? ആ, ഇടയ്ക്കൊന്ന് വരും, ഇത്രയേ ഉള്ളൂ. ഇല്ലേ, എല്ലാം ഇവിടെ കെട്ടിപ്പറക്കി ഇവിടെ വെച്ചോ,
അച്യുതൻ ഇപ്പോൾ തന്നെ വരും. സമയം കഴിയുമ്പോൾ നമ്മുടെ അച്യുതൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്യുതൻ വന്ന പാടെ ഡ്രൈവറിനോട് പറയുവാണ്, ഞങ്ങൾ പോകുന്ന കാര്യത്തെപ്പറ്റി കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നിനി ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറയുവാണ്. ഈ സമയം അച്യുതൻ പറയുവാണ്, ഈ കെട്ടിവെച്ച സാധനങ്ങളെല്ലാം ഒന്നും താഴേക്ക് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പിന്നെ ശരി, എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാ സാധനങ്ങളും അവിടെ പുറത്തിറക്കി വെക്കുന്നുണ്ട്. വെച്ചിട്ട് വണ്ടിയും കൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. കാണുമ്പോ അംബികയ്ക്കാണെങ്കിൽ ഭയങ്കര സംശയം തോന്നുന്നുണ്ട്. എന്താ അച്ചുവേട്ടൻ ഇങ്ങനെ പെട്ടെന്ന്, എന്താ ഒരു മാറ്റം? അവൻ റെഡിയായി ഇരിക്കുവായിരുന്നല്ലോ, എന്താ വാക്ക് മാറ്റിയത്? ഉമ്മയാണെങ്കിൽ കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടേ എല്ലാവരോടും യാത്ര പറയാനായിട്ട്. അത് സാരമില്ല, അവളിങ്ങോട്ട് വന്നോട്ടെ. സമയം തന്നെ അംബിക ചോദിക്കുവാണ്, അച്ചുവേട്ടൻ പോയിട്ട് എന്തായി പറ, എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അച്ചുവേട്ടാ? അതേസമയം അച്യുതൻ അംബികയോട് വിഷമിച്ചുകൊണ്ട് പറയുവാണ്, എടി മോള് നമ്മളെ മൊത്തത്തിൽ തോൽപ്പിച്ചു കളഞ്ഞടി. എന്താ അച്ചുവേട്ടാ അങ്ങനെ പറഞ്ഞത്? അവൾ എന്നോട് എന്താ പറഞ്ഞത്? എനിക്ക് അൾസർ ആണെന്നല്ലേ. എന്റെ മരുന്നിന് വേണ്ടിട്ടാ ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയത്. എനിക്ക് അൾസർ ഒന്നുമല്ലടി. ഇനി എന്താ? എനിക്ക് ക്യാൻസർ ആടി, ട്യൂമർ ആണ്. ഞാൻ അധികകാലം ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ വരെ സംശയമാ. അതേസമയം അംബിക എന്താ അച്ചുവേട്ടാ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുവാണ്. ആണെങ്കിൽ കണ്ണുനീരൊഴുക്കുകയാണ് അച്യുതന്റെ മുന്നിൽ. അച്യുതനാണെങ്കിലോ നമ്മുടെ മോൾക്ക് ഈ കാര്യത്തെ പറ്റി അറിയാമായിരുന്നു. നമ്മളോട് ഇക്കാര്യം മറച്ചു വെച്ചിട്ട് എന്നെ വിഷമിപ്പിക്കേണ്ട, എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി. അതുകൊണ്ടാ അവൾ എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കൊണ്ടു നടന്നത്. കൊണ്ടാ അവൾ എങ്ങനെ എന്നെ കെയർ ചെയ്യുന്നതും എല്ലായിടത്തും എന്നെ കൊണ്ടുപോകുന്നതും. പോലൊരു മകളെ നമുക്ക് എവിടെ കിട്ടുമെടി? പാവമാ അവള്, പൈസയ്ക്ക് വേണ്ടി എല്ലായിടത്തും ഓടിക്കൊണ്ട് നടക്കുവാണ്. എല്ലാം കേട്ടിട്ട് നമ്മുടെ അംബിക പുറത്തോട്ട് പോയി നിന്ന് പൊട്ടിക്കരയുവാണ്. ശേഷം അച്യുതൻ അംബികയുടെ അടുത്തേക്ക് പോയിട്ട് പറയുവാണ്, നീ സങ്കടപ്പെടരുത്, എന്നെ കുറിച്ച് ഓർത്തല്ല സങ്കടപ്പെടേണ്ടത്. എന്റെ ആയുസ് ഏകദേശമൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ഭൂമിയെ കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. നമുക്ക് ഗാഢമായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. ഇനി നമുക്ക് സമയമില്ല. ഈ സമയം അംബിക ചോദിക്കുവാണ്, അച്യുതൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? അച്യുതനെ പിടിച്ചുകൊണ്ട് അംബിക കരയുവാണ്. ആണെങ്കിൽ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയം അച്യുതൻ പറയുവാണ്, നീ ഇങ്ങനെ കരയല്ലേ, നീ തളർന്നു പോകരുത്. ഒരു കാര്യം മനസ്സിലാക്ക്, അവൾ എത്ര സങ്കടം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് അവളോട് ഇത്രയൊക്കെ സ്നേഹം അവൾ കാണിക്കുന്നത്. ചിരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ മൊത്തം നല. അവൾ എത്ര നല്ല മോളാടി എന്ന് അച്യുതൻ അംബികയോട് വാതോരാതെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. സമയം അംബികയും അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മകൾക്ക് വേണ്ടി നമ്മൾ എന്താടി ചെയ്യുക എന്ന് അച്യുതൻ അംബികയോട് ചോദിക്കുവാണ്. ഈ സമയം അംബിക പറയുവാണ്, എന്താ അച്യുവേട്ടാ നമ്മൾ കൊടുക്കാനുള്ളത്? ദാരിദ്ര്യമല്ലാതെ വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഈ സമയം അച്യുതൻ പറയുവാണ്, ഉണ്ട്, വലിയൊരു ബാധ്യം ഉണ്ട്. അതേസമയം അംബിക ചോദിക്കുവാണ്, എന്താ അച്ചുവേട്ടാ? അവളെ നമുക്ക് അവളുടെ അച്ഛന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാം. അതേസമയം അംബിക പറയണു, അച്ചുവേട്ടൻ എന്താ പറയുന്നത്? അച്ചുവേട്ടൻ അത് സാധിക്കുമോ? അച്ചുവേട്ടൻ ഇത് എന്താ പറയുന്നത്? അച്ചുവേട്ടനെ കൊണ്ട് അത് കഴിയോ? അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമോ? അത് ഇത്രയും കാലം അവളെ നമ്മുടെ മകളായിട്ട് വളർത്തിയിട്ട്. സമയം അച്യുതൻ പറയുവാണ്, ആയിരിക്കാം, പക്ഷെ അവൾ ഇത്രയും സമ്പത്തുള്ള കുടുംബത്തിലെ കുട്ടിയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് അവിടെ തിരിച്ചേൽപ്പിക്കണം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥ അവളെ കൂടെ അറിയിക്കണോ? എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ഓടി നടക്കുന്നത്, ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒന്നും പാടില്ല. അതുമാത്രമല്ല, എന്റെ ജീവൻ ഇനി അധിക ദിവസമില്ല, എനിക്ക് അധികം ആയുസുമില്ല. എനിക്ക് വേണ്ടി അവൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അവൾ കഷ്ടപ്പെടാതെ സുഖമായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത്? അവളെ അവളുടെ അച്ഛന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. ഇനി ഒരു പക്ഷേ അവള് തന്നെ അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചാലേ തന്ന സ്നേഹമെല്ലാം പിന്നെ വെറുപ്പായി മാറും. എന്റെ അച്ഛൻ കൺമുൻപിൽ നിന്നിട്ടും നമ്മളൊരു വാക്ക് പോലും പറയാത്തത് കൊണ്ട് അവളുടെ വെറുപ്പ് ആണോ? കൊണ്ട് തന്നെ അവളുടെ അച്ഛനെ നൽകാനുള്ള സൗകര്യം കണ്ടെത്തി കൊടുക്കുകയല്ലേ അവൾക്ക് വേണ്ടത്. അച്ഛൻ എന്ന് അച്യുതൻ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അംബിക ചോദിക്കുവാണ്, അച്ചുവേട്ടാ ആരാ അവളുടെ അച്ഛൻ? ഒന്ന് പറയാൻ. സമയം അച്യുതൻ പറയുവാണ്, അതിന് സമയമായിട്ടില്ല അംബികയെ, പറയാം. ഇനി അധിക ദിവസമൊന്നുമില്ലല്ലോ, ഇതിനുള്ളിൽ ഞാൻ ആ സത്യം പറയാം. ഏതായിരുന്നാലും ഇനിയിപ്പോ ആ സത്യം ഞാൻ പറയുന്നില്ല എന്ന് അച്യുതൻ അംബികയോട് പറയുവാണു. ഇനി അംബികയും അച്യുതനും തീരുമാനിക്കുന്നുണ്ട് ഭൂമിജയെ അവളുടെ സ്വന്തം അച്ഛന്റെ കയ്യിൽ കൊടുക്കുക.
ഈ സമയം തന്നെ പല തവണയായിട്ട് കമാല് വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ ഓരോ നീക്കങ്ങളും അറിയാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടാ പോകുന്നത്, ഇവർ ഈ വീട്ടിൽ എത്ര പേരുണ്ട് എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഭവാനി വിട്ടയച്ചതാണ് കമാലിനെ. അങ്ങനെ അംബികയും അച്യുതനും ഉറപ്പിക്കുന്നുണ്ട് ഭൂമിജയെ അവളുടെ അച്ഛന് തന്നെ തിരിച്ചു നൽകണമെന്ന്. എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞുവെങ്കിലും ഇപ്പൊ ഈ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കമാൽ അവിടെ വന്ന് നിൽക്കുവാണ്. നമ്മുടെ ഭൂമിജ കോഫി ഷോപ്പിലുള്ളവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വണ്ടി കൊണ്ട് ഇതിന്റെ മുന്നിൽ വെക്കുന്നുണ്ടെങ്കിലും മുറ്റത്ത് വണ്ടിയൊന്നും കാണുന്നില്ല. അതേസമയം ഭൂമിജ ആലോചിക്കുവാണ്, ഇതെന്താ ലോഡ് കൊണ്ടുപോകാനുള്ള വണ്ടിയൊന്നും വന്നിട്ടില്ലല്ലോ. ഇത് കയറി ചെന്നിട്ട് അച്ഛനോട് ഭൂമിജ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തൻ പറയുവാണ്, മോളെ വണ്ടി വന്നില്ല. വണ്ടി വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്, മോൾക്കെന്താ വണ്ടി വരണമെന്നാണോ? വണ്ടി വരതെന്താ അച്ഛാ? മോൾക്ക് വണ്ടി വരണമെന്നാണോ വരണ്ടെന്നാണോ? അപ്പോ നമ്മുടെ ഭൂമിച്ച പറയുവാണ്, ശരിക്കും പറഞ്ഞാൽ വണ്ടി വരണ്ടെന്നാ ആഗ്രഹം. സമയം നിന്റെ അച്യുതൻ പറയുവാണ്, നിന്റെ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകുന്നില്ല എന്ന സത്യം നമ്മുടെ അച്യുതൻ ഭൂമിജയോട് പറയുന്നുണ്ട്. അതേസമയം ഭൂമിച്ച അത് കൊള്ളാമല്ലോ അച്ഛാ. എന്താ അച്ഛാ എന്നൊരു തീരുമാനം അറിയത്? തരമില്ല, എന്തായാലും മോൾക്കത് ഇഷ്ടമല്ലെന്നുള്ള കാര്യം അച്ഛനറിയാം. ഈ സമയം ഭൂമിജ ചോദിക്കണം, അച്ഛന് പോകണ്ടേ? എനിക്ക് പോകണ്ട എന്ന് അച്യുതൻ പറയുവാണ്. അതേസമയം തന്നെ ഭൂമിജ പറയുവാണ്, ശരി അച്ഛ. കേൾക്കുമ്പോ നമ്മുടെ ഭൂമിജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നാട്ടിലേക്ക് പോകുന്നില്ല എന്ന സത്യം അറിഞ്ഞപ്പോ. പക്ഷെ അതേസമയം നമ്മുടെ അംബികയ്ക്ക് ഭയങ്കര വിഷമമാണ്. കരയുമ്പോ നമ്മുടെ ഭൂമിജ ചോദിക്കുവാണ്, എന്തിനാ അമ്മ കരയുന്നത്? അമ്മ കരയണ്ട, നമ്മൾ പോകുന്നില്ലല്ലോ. ഈ സമയം തന്നെ അംബിക പറയുവാണ്, മോളെ എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട്, ചില കാര്യം. എന്താ അച്ഛാ? അപ്പോ നമ്മുടെ അച്ഛൻ പറയണം, മോളെ എല്ലാവരെയും വിളിച്ച് നമുക്കൊരു പാർട്ടി കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടോ മോളെ? അങ്ങനെ അച്ഛന് ആഗ്രഹമുണ്ടോ? എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്. ഈ സമയം തന്നെ ഭൂമിച്ച് പറയുവാണ്, അച്ഛാ എങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ നമുക്ക് വെക്കാൻ പറ്റേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെയാണ് ഫാദേഴ്സ് ഡേ വരുന്ന കാര്യം നമ്മുടെ ഭൂമിജ അറിയുന്നത്. അതേസമയം അപ്പോൾ ഫാദേഴ്സ് ഡേ ആയിട്ട് ഒരു ഫംഗ്ഷൻ വെക്കാമെന്ന് ഭൂമിജ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ അംബിക പറയണം, എടി അത് നാളെയും മറ്റന്നാളോ ഒന്നും അല്ലല്ലോ, ഇനിയും ദിവസം കിടക്കുകയല്ലേ, അതൊന്നും വേണ്ട, ഫാദേഴ്സ് ഡേ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഫാദേഴ്സ് ഡേ ആയിക്കോട്ടെ അല്ലേ. അതേസമയം അച്യുതനും അതിന് സമ്മതിക്കുവാണ്. ഇതിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ നമ്മുടെ ഭൂമിജയുടെ അച്ഛനെ അവൾക്ക് ആ ദിവസം തന്നെ കാണിച്ചു കൊടുക്കണം എന്നാണ് അച്യുതന്റെ ആഗ്രഹം. ആണ് അംബികയുടെ അച്യുതന്റെയും പ്ലാൻ. ഈ സമയം തന്നെ ഭൂമിജ പറയുവാണ്, അച്ഛ ആ പാർട്ടിയിൽ നമുക്ക് എല്ലാവരെയും വിളിക്കണം, ഈ ഷോപ്പിലും പോലീസുകാരെയും ഒക്കെ വിളിക്കണം. സമയം അച്യുതൻ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ വിളിക്കണം, സത്യൻ സാറിനെയും വിളിക്കണം. ഈ സത്യൻ സാറിനെ വിളിക്കാൻ മറക്കരുതേ എന്ന് നമ്മുടെ അച്യുതൻ പറയുവാണ് ഭൂമിജയോട്. ഈ സമയം ഭൂമിജ പറയുവാണ്, അച്ഛാ ആര് വന്നാലും വന്നില്ലെങ്കിലും സത്യൻ സാർ ഉറപ്പായിട്ട് വന്നിരിക്കും, കാരണം അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്, ഒരു മകളെ പോലെയാ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് എന്നെ പറയുമ്പോൾ അച്യുതന്റെ മനസ്സങ്ങ് നിറയുവാണ്. അതിനുശേഷം ഭൂമിയോട് തീരുമാനിക്കുകയാണ് എങ്ങനെ വേണം കാര്യങ്ങളൊക്കെ എന്ന്. ഒന്നുകൊണ്ടും പേടിക്കണം, എനിക്ക് ലോട്ടറി അടിക്കുക വെച്ച എന്ന് പറയുകയാണ് ഭൂമിജ. സമയം അച്യുതൻ പറയുവാണ്, ലോട്ടറിയോ? അതെന്താ മോളെ? അച്ഛന്റെ ഓപ്പറേഷനുള്ള പൈസ കിട്ടും പറയുമ്പോ ഭൂമിജയ്ക്ക് പെട്ടെന്ന് അബദ്ധം പറ്റിയതാണെന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത്. അതേസമയം അച്യുതൻ ചോദിക്കുവാണ്, ഓപ്പറേഷനോ എന്ന് ഭൂമിജ വല്ലാണ്ടായി പോകുന്നുണ്ട്. പിന്നെ കാര്യങ്ങളൊന്നും അറിയിക്കാൻ പാടില്ലല്ലോ, അച്ഛൻ അറിഞ്ഞത് ഭൂമി അറിഞ്ഞിട്ടുമില്ല. അപ്പോ ഭൂമിജ തന്നെ പറയുവാണ്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞതേ അൾസറിന്റെ ഓപ്പറേഷന്, അത് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്നല്ലേ പറഞ്ഞത്, അതാ ഞാൻ ഉദ്ദേശിച്ചു എന്ന് നമ്മുടെ ഭൂമിജ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം അച്യുതൻ പറയുവാണ്, മനസ്സിലായി മോളെ. അങ്ങനെ ഫാദേഴ്സ് ഡേക്കുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് 3 പേരും. ഈ സമയം തന്നെ ഭൂമിജയുടെ മുന്നിൽ അച്യുതനും അംബികയും അഭിനയിക്കുകയാണ്. ഇനി അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ.